നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിത ബുദ്ധിനാ. ജ്ഞാതികർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ എങ്ങനെ തൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കണം എന്നുള്ളതും മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കണമെന്നുള്ളതും തുടർന്ന് പറയുകയാണ് വ്യാസഭഗവാൻ. ഒരിക്കലും ക്രോധിക്കരുത്, എന്ത് കാരണമുണ്ടായാലും കോപിക്കരുത്, ആരോടും കോപിക്കരുത്. ക്രോധം മൂലം എന്ത് സംഭവിക്കും? ദാനഫലം ഹന്തി, ദാനത്തിൻ്റെ പ്രയോജനം ഇല്ലാതായി പോവും. ക്രോധം വന്നു കഴിഞ്ഞാൽ ദാനത്തിൻ്റെ ആ സദ്ഫലങ്ങൾ കൈവിട്ടു പോകും. ലോഭാത് സ്വർഗം നഗച്ഛതി, ലോഭമുണ്ടായാലോ മറ്റു പദാർത്ഥങ്ങൾ പലതും, ഭൗതിക വസ്തുക്കൾ പലതും എനിക്ക് വേണമെന്നുള്ള ആഗ്രഹം, അതാണ് ലോഭം. അങ്ങനെയുള്ള ലോഭം മനസ്സിലുണ്ടായിക്കഴിഞ്ഞാലോ എങ്കിൽ സ്വർഗം നഷ്ടപ്പെട്ടു പോകും, ഉപരിലോകങ്ങളിലേക്ക് പോവുക എന്നുള്ള ആ ശ്രേയസ്കരമായ അവസ്ഥ നഷ്ടപ്പെട്ടു പോകും. ന്യായവൃത്തിർഹി തപസ ദാനവാൻ സ്വർഗമാശ്നുതേ, ന്യായമായ മാർഗത്തിലൂടി സമ്പാദിച്ചതായ പദാർത്ഥങ്ങൾ ദാനം ചെയ്ത് ന്യായമായ മാർഗത്തിലൂടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ജീവിതത്തെ തപസ്സാക്കി മാറ്റി ദാനമയമാക്കി മാറ്റി ആരാണോ മുന്നോട്ട് പോകുന്നത് അവര് സ്വർഗമശ്നുതേ, സ്വർഗത്തിൽ എത്തിച്ചേരുന്നു, ഉപരിലോകങ്ങളിൽ എത്തിച്ചേരുന്നു, ജീവൻ മുക്തിയിൽ എത്തിച്ചേരുന്നു. ആയിരക്കണക്കിന് രാജസൂയങ്ങൾ ചെയ്തതാലും അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ചെയ്ത ഈ ഗോതമ്പ് പൊടിയുടെ ദാനത്തിന് തുല്യമാവില്ല. അതാണ് ന രാജസൂയേർ ബഹുഭി ഇഷ്ട്വ വിപുല ദക്ഷിണൈഹി, ധാരാളം ദക്ഷിണകൾ നൽകി, പരിധിയില്ലാത്ത ദക്ഷിണ നൽകി എല്ലാവരെയും സന്തോഷിച്ചിട്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് രാജസൂയ യജ്ഞങ്ങൾ ചെയ്താൽ പോലും ഈ ദാനത്തിന് തുല്യമാവില്ല. എന്നുവെച്ചാൽ അശ്വമേധൈർ ബഹുഭി ഫലം സമമിതം തവ, അങ്ങ് ചെയ്തിരിക്കുന്ന ഈ കർമ്മത്തിൻ്റെ ഈ ദാനത്തിൻ്റെ തുല്യമായ ഫലം അനേകം അശ്വമേധ യജ്ഞങ്ങൾ ചെയ്ത് ദാനം ചെയ്താലും കൈവരില്ല എന്നറിഞ്ഞുകൊള്ളുക. അതിനെല്ലാം വെല്ലുന്നു അങ്ങ് ചെയ്തതായി ഈ ദാനം. നൽകിയത് അല്പം ഗോതമ്പ് പൊടി, അത് നിസ്സാരമല്ല, അത് ബ്രഹ്മലോക സദൃശ്യമാണ് എന്ന് അറിയണം. അതാണ് അങ്ങയുടെ ശ്രദ്ധയാൽ അങ്ങയുടെ തപസ്സിനാൽ അതിന് കൈവന്നു ചേർന്നിരിക്കുന്നതായ പവിത്രത. അതുകൊണ്ട് അങ്ങ് വിരജോ ബ്രഹ്മസദനം ഗച്ഛ വിപ്രയഥാസുഖം, അങ്ങ് ബ്രഹ്മാവിൻ്റെ സദനത്തിലേക്ക്, അങ്ങ് സത്യലോകത്തിലേക്ക് ഉയർന്നുകൊള്ളുക, വളരെ വേഗത്തിൽ പൊയ്ക്കൊള്ളുക. എങ്ങനെ? വിരജസ്സായിട്ട്, രജോ ഗുണം പൂർണ്ണമായും നീങ്ങി. രജോ ഗുണമാണ് കാമക്രോധ ലോഭമോഹ മതം മത്സര്യാദികൾ നമ്മുടെ മനസ്സിൽ വളർത്തിയിട്ട് നമ്മെ ബന്ധിക്കുന്നത്. അതിൻ്റെ കൂടെ തമോ ഗുണവും നിൽക്കും. തമസിന്റെ ബലത്തിലാണ് രജസ് അതിൻ്റെ വിളയാട്ടമെല്ലാം നടത്തുന്നത്. തമസ് അജ്ഞാനത്തെ ഉളവാക്കും. അങ്ങനെ രജസ് നമ്മെ ബന്ധിക്കുന്ന രജസ് പൂർണ്ണമായും നീങ്ങി എന്ന് വെച്ചാൽ തമസും പൂർണ്ണമായും നീങ്ങി. അതാണ് വിരജഹ, രജസും തമസും പൂർണ്ണമായി നീങ്ങിയിട്ട് ബ്രഹ്മസദനം ഗച്ഛ, ബ്രഹ്മസദനത്തിലേക്ക്. അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് പോയിക്കൊണ്ടാലും നിങ്ങൾക്കെല്ലാവർക്കും ബ്രഹ്മലോകത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ളതായ വാഹനം ഇതാ സന്നിഹിതമായിരിക്കുന്നു. സർവേഷാം വോ ദ്വിജശ്രേഷ്ഠ ദിവ്യം യാനമുപസ്ഥിതം. നമുക്ക് ലൗകികമായ പ്രാപഞ്ചികമായ വാഹനങ്ങളുണ്ട്. ആ വാഹനങ്ങൾ കൊണ്ട് ഈ ഭൂമണ്ഡലത്തിൽ, ഈ അന്തരീക്ഷത്തിൽ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ. വേണമെങ്കിൽ ഗോളങ്ങളിലേക്ക്, അതും ഭൂലോകത്തിൻ്റെ ഭാഗമാണ്. ഇത് ഭൂഗോളം, മറ്റ് ഗോളങ്ങളും ഭൂലോകത്തിൻ്റെ ഭാഗമാണ്.
പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ പദാർത്ഥങ്ങളുടെ മണ്ഡലം, അതാണ് ഭൂലോകം. അങ്ങനെ നമ്മൾ സൂക്ഷ്മങ്ങളായ ഉപകരണങ്ങൾ ഉണ്ടാക്കി, വലിയ യാനപാത്രങ്ങളൊക്കെ ഉണ്ടാക്കി, മറ്റേത് ഗോളത്തിലേക്ക് പോയാലും നാം ഈ ഭൂമണ്ഡലത്തിൽ, ഈ ഭൂലോകത്തിൽ കിടന്ന് കറങ്ങേയുള്ളൂ. ഉപരിലോകത്തിലേക്ക് പോകാൻ ദിവ്യമായിട്ടുള്ള യാനപാത്രം വേണം. അതാണ് സൂക്ഷ്മലോകങ്ങളിലേക്ക് പോവുക. അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠ, ദിവ്യം യാനമുപസ്ഥിതം. അങ്ങയ്ക്ക് ബ്രഹ്മലോകത്തിലേക്ക് ഉയർന്നു ചെല്ലാൻ വേണ്ടിയിട്ട് അത്രത്തോളം സഞ്ചരിക്കുന്ന ദിവ്യമായ ദ്യോവിനെ സംബന്ധിച്ചതായ യാനപാത്രം ഇതാ വന്നു ചേർന്നിരിക്കുന്നു. നിങ്ങൾ 4 പേരും അതിൽ കയറിക്കൊള്ളുക. ആരോഹത യഥാകാമം. നിങ്ങൾ സന്തോഷത്തോടു കൂടിയിട്ട് ഈ ദിവ്യമായിരിക്കുന്ന യാനപാത്രത്തിലേക്ക് കയറിക്കൊള്ളുക. അങ്ങനെ ആ ബ്രാഹ്മണശ്രേഷ്ഠൻ യമധർമ്മന്റെ ഈ നിർദ്ദേശമനുസരിച്ചിട്ട് തൻ്റെ പത്നിയോടൊപ്പം, മകനോടൊപ്പം, മരുമകളോടൊപ്പം ആ ദിവ്യമായിരിക്കുന്ന യാനപാത്രത്തിൽ കയറി. എന്തിന്? ദിവ്യലോകങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ എപ്പോഴാണോ ആ ബ്രാഹ്മണൻ തൻ്റെ ദാനശക്തിയുടെ ബലത്താൽ ദിവ്യലോകങ്ങളിലേക്ക് സകുടുംബം പോയത്, ആ അവസരത്തിൽ തതോഹം നിസൃതോ ബിലാത് തതോഹം നിസൃതോ ബിലാത് കിരി പറയാണ്, അപ്പോ ഞാൻ അതുവരെ ഇരിക്കുന്നതായ, പാർക്കുന്നതായ തുരങ്കത്തിനുള്ളിൽ നിന്ന്, ഗുഹയ്ക്കുള്ളിൽ നിന്നിട്ട്, മാളത്തിനുള്ളിൽ നിന്നിട്ട് ഞാൻ പുറത്തു വന്നു. ഇതുവരെ ഇതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുകയായിരുന്നു ഞാൻ. ഇവിടെ ഈ യജ്ഞശാലയിൽ, യുധിഷ്ഠിരന്റെ യജ്ഞശാലയിൽ എത്തിച്ചേർന്നിട്ട് അവിടെ നിന്നുകൊണ്ട് ആ ബ്രാഹ്മണന്റെ യജ്ഞത്തിന്റെ മഹത്വം പ്രതിപാദിക്കുന്ന ആ കീരി പറയാണ്, എപ്പോഴാണോ ആ ബ്രാഹ്മണ കുടുംബം ഉപരിലോകങ്ങളിലേക്ക് പോയത്, അപ്പോൾ ഞാൻ പുറമേക്ക് വന്നു. അവിടെ വീണുകിടന്ന ഗോതമ്പ് പൊടിയിൽ കിടന്നുരുണ്ടു, അവിടെ വീണുകിടന്ന പുഷ്പങ്ങളിൽ കിടന്നുരുണ്ടു, അവിടെ വീണുകിടന്ന ജലബിന്ദുക്കളിൽ കിടന്ന് ഞാൻ ഉരുണ്ടു. അപ്പോഴേക്കും എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം മുഴുവൻ കാഞ്ചനീകൃതം, സ്വർണവർണ്ണമായി തീർന്നു. പക്ഷേ മറുവശം സ്വർണവർണ്ണമായില്ല. എനിക്ക് മനസ്സിലായി ഇത് ഈ ബ്രാഹ്മണന്റെ ആ ദാനത്തിൻ്റെ ഫലമാണ് എന്ന്. പക്ഷേ ഒരു വശം പഴയ വർണ്ണമായിരിക്കുമ്പോഴേക്കും അതിൽ എനിക്ക് അല്പമൊരു വിഷമം. അതിനെ ദൂരീകരിക്കാൻ എന്താ മാർഗം ഞാൻ ആലോചിച്ചു. യജ്ഞങ്ങൾ ധാരാളം നടക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ യജ്ഞശാലകളിലൊക്കെ പോവുക, സൽക്കർമ്മങ്ങൾ നടക്കുന്ന ഇടങ്ങളിലൊക്കെ പോവുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മറുവശവും പൂർണ്ണമായും സ്വർണമയമാകുമല്ലോ എന്ന് കരുതി എല്ലായിടവും പോയി. ധാരാളം ആളുകൾ യജ്ഞങ്ങൾ ചെയ്യുന്നു, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു. പക്ഷേ അവിടെല്ലാം അഹന്തയുടെ സ്പർശം കിടക്കുന്നു. അത് പല അളവുകളിൽ കിടക്കുന്നു. ഇത് ഞാൻ ചെയ്യുന്നു, മറ്റുള്ളവരെക്കാൾ കേമനാണ് ഞാൻ, എനിക്കിതൊക്കെ ചെയ്യാൻ സാധിക്കും, മറ്റുള്ളവർക്ക് ഇത്രത്തോളമൊന്നും ആവില്ല എന്നൊക്കെയുള്ളതായ അഹന്തയുടെ സ്പർശം ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നാൽ ആ യജ്ഞകർമ്മം, ആ മഹനീയ കർമ്മം മഹനീയമല്ലാതായി പോകും. മറ്റേതൊരു കർമ്മവും പോലെ നിസ്സാരമായി പോകും. ചിലപ്പോൾ വലിയ വലിയ സാമ്രാജ്യങ്ങളുടെ മഹാ ഉത്സവമായിരിക്കാം, പക്ഷെ അത് നിസ്സാരമായി പോകും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവിതാണ്, അവിടങ്ങളിൽ നിന്നൊന്നും കീരിക്ക് അവൻ ആഗ്രഹിച്ചത് ലഭിച്ചില്ല. ശരീരത്തിൻ്റെ മറുവശം കൂടി സ്വർണമയമാക്കാൻ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, അല്ലയോ ബ്രാഹ്മണശ്രേഷ്ഠരെ, അല്ലയോ പുരോഹിതന്മാരെ, കീരിയോട് കാരണങ്ങൾ ചോദിച്ചത് ആ പുരോഹിതന്മാരാണല്ലോ യുധിഷ്ഠിരന്റെ മുന്നിൽ വെച്ച്. യുധിഷ്ഠിര മഹാരാജാവ് അതികേമമായിട്ടുള്ള യജ്ഞം നടത്തുന്നു എന്നറിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നിട്ടും ഇവിടെയും എൻ്റെ ശരീരത്തിൻ്റെ വർണ്ണത്തിന് യാതൊരു മാറ്റവും സംഭവിച്ചില്ല. ഒരു വശം സ്വർണവർണ്ണം തന്നെ, മറുവശം പഴയതുപോലെ. അതിന് യാതൊരു മാറ്റവും ഉണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നു കയറി പരീക്ഷിച്ച ഉടൻ തിരിച്ചറിഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, തതോ മയോക്തം തതുവാക്യം പ്രഹസ്യ ബ്രാഹ്മണർഷഭ. അല്ലയോ
ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള സജ്ജനങ്ങളെ. ഇതിനകത്ത് ബ്രാഹ്മണർഷഭ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം വിളിക്കുന്നത് മിക്ക ശ്ലോകങ്ങളിലും കേൾക്കാം. അതിനർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ്. ആരാ ഇത് എഴുതിയിരിക്കുന്നത്? ജാതി ബ്രാഹ്മണനല്ല. പിന്നെയോ ജാതി നോക്കിക്കഴിഞ്ഞാൽ ഇന്നത്തെ രീതി അനുസരിച്ചിട്ട് വളരെ താഴെക്കിടയിലുള്ള ഒരാൾ, വ്യാസഭഗവാൻ, അദ്ദേഹമാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ഭഗവാൻ എന്നാണ് ലോകം പറയുക. സകല ബ്രാഹ്മണരും ഭഗവാൻ എന്നാണ് പറയുക. സകല ലോകവും ഭഗവാൻ എന്നാണ് പറയുക. അതാണ് അദ്ദേഹം എഴുതിയിരിക്കുന്ന വാക്കുകൾക്കകത്താണ്, ശ്ലോകങ്ങൾക്കകത്താണ് ബ്രാഹ്മണർഷഭ എന്നൊക്കെയുള്ള സംബോധനകൾ കിടക്കുന്നത്. അവിടെ അതിൻ്റെ അർത്ഥം ജന്മബ്രാഹ്മണൻ എന്നല്ല, കർമ്മബ്രാഹ്മണൻ എന്നാണ്. ബ്രാഹ്മണ്യം ആർക്കാണോ ഉള്ളത് ആ ആളാണ് ബ്രാഹ്മണൻ. ബ്രഹ്മജ്ഞാനിയും ബ്രഹ്മജ്ഞാനത്തിനു വേണ്ടി ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നയാളുമാണ് ബ്രാഹ്മണർ. ആ അർത്ഥത്തിലാണ് ഇവിടെ വീണ്ടും കീരിയെ കൊണ്ട് ഈ പ്രകാരത്തിൽ വ്യാസൻ പറയിക്കുന്നത്. വ്യാസൻ പറയുന്ന വാക്കുകളുടെ അർത്ഥമെല്ലാം വ്യാസന്റെ തലത്തിൽ നിന്നുകൊണ്ട് നാം അപഗ്രഥിക്കണം. എങ്കിൽ മാത്രമേ നമുക്കത് കൃത്യമായി പ്രകാശിച്ചു കിട്ടുള്ളൂ.